മലപ്പുറം നിലമ്പൂരിൽ ചുങ്കത്തറ പഞ്ചായത്തിൽ LDFന് തിരിച്ചടി. LDF ഭരണത്തിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDF അംഗം നുസൈബ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. ഏറെ നേരത്തെ സംഘർഷങ്ങൾക്കൊടുവിലായിരുന്നു വോട്ടെടുപ്പ് നടപടികൾ. LDF മുൻ MLA PV അൻവറിന്റെ ചരടുവലിയിലാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ UDF അവിശ്വാസം കൊണ്ടുവന്നത്. നിലവിൽ LDFനും UDFനും 10 സീറ്റുകൾ വീതമാണുള്ളത്. പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. തുടർന്നാണ് നിലവിലെ ഭരണസമിതിക്കെതിരെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ നുസൈബ കൂറുമാറുവെന്ന നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ സംഘർഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത UDF അംഗങ്ങൾ കോടതിയുടെ സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ 11 മണിയോടെയാണ് പ്രമേയ ചർച്ച ആരംഭിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9,000 വീട് മുനിസിപ്പാലിറ്റിയിൽ ഞാൻ കാൽനടയായി പോയി ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടാണ് CPMന്റെയും LDFന്റെയും കയ്യിലേക്ക് വരുന്നത്. അവർക്ക് പറഞ്ഞെന്താ രോമം പോലും പോകാത്തത് അതാണ് ഇതിന്റെ നിജസ്ഥിതി. അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച ആരംഭിച്ചപ്പോൾ മുതൽ പഞ്ചായത്തിന് പുറത്ത് LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം തുടങ്ങി. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു. തുടർന്ന് 1:30യോടെയാണ് വോട്ടെടുപ്പ് പൂർത്തിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ കൂറുമാറി UDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ ഭരണം LDFന് നഷ്ടമായി. UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിൽ 4 എണ്ണം വീതമായിരുന്നു ഇരു മുന്നണികൾക്കും ഉണ്ടായിരുന്നത്. ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയം പാസായതോടെ LDFന് 3ഉം UDFന് 5ഉം പഞ്ചായത്തുകളിൽ ഭരണമായി. ജനം, മലപ്പുറം.